അമ്മ അച്ഛൻ പോയിട്ട് എത്ര നേരമായി കാണാനില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പൊങ്കാലക്കുള്ള സാധനങ്ങളൊക്കെ 2-3 ദിവസം മുന്നേ വാങ്ങിച്ചു വെക്കണം എന്ന് പറഞ്ഞു. തലേ ദിവസം ആവുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. ഇനിയിപ്പോ എപ്പോ വരണോ ലേറ്റായി. ഞാനേ ഒന്ന് വിളിച്ചു നോക്കാം. അമ്മ നാളെ പൊങ്കാലായിട്ട് എന്തോ സ്പെഷ്യല്? എടി സ്പെഷ്യൽ ഒന്നുമില്ല. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കും രാവിലെ. ഉച്ചക്ക് പിന്നെ നമുക്ക് പൊങ്കാല പായസം ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് അതുപോലെ. ഓ, നാളത്തെ ചെലവ് ഒരുക്കാനുള്ള അച്ഛന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? ആവുന്നില്ല പോ. നന്നായി. സ്വിച്ച് ഓഫ്. അയ്യോ ബാറ്ററി കുറവായിരുന്നു, ഓഫ് ആയി പോയി കാണാം. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടാ. ചോദിച്ചു. ഒരെണ്ണം കൂടെ ചോദിക്കാമോ? അമ്മ 2 വർഷമായിട്ട് നമ്മള് വീടിന്റെ നടയിൽ തന്നെയല്ലേ പൊങ്കാലിടണേ. എപ്പോഴും ആറ്റുകാൽ പൊങ്കാലയുടെ നിറ സാന്നിധ്യമായിരുന്നു അമ്മ. അപ്പൊ ഈ വീടുകളിൽ നമ്മൾ പൊങ്കാല ഇടുന്നതിനെ പറ്റിയുള്ള അമ്മയുടെ അഭിപ്രായം എന്താണ്? സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. പൊങ്കാല എന്ന് പറഞ്ഞാൽ അവിടെ അമ്മയുടെ നടയിൽ പോയിരുന്നു പൊങ്കാല ഇടുന്നതാണ് ആ ഒരു ഫീല്. ഓഹ്, എന്തൊക്കെയായിരുന്നല്ലേ പണ്ടത്തെ ആഘോഷം. ട്രിവാൻഡ്രം സിറ്റി തന്നെ വേറൊരു രീതിയിലാവും അല്ലേ, വേറെ ലെവലാണ്. ആ സമയത്തെങ്കിലും റോഡ് ഫുൾ ക്ലീൻ ആവും. അതെ, പൊങ്കാലയ്ക്ക് മുന്നേ അവിടെയൊക്കെ വീടുകളൊക്കെ അണിഞ്ഞൊരുങ്ങി. മക്കളെ, പൊങ്കാലയുടെ പ്രത്യേകത നിനക്കറിയാലോ അല്ലേ? സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാലയെ പറ്റി പറയണത്. അറിയോ? കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അറിയാം അമ്മ. അത് മാത്രല്ല, ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആഘോഷമായിട്ട്. എനിക്ക് തോന്നുന്നു 97-ലോ 98-ലോ ആണെന്ന് തോന്നുന്നു റെക്കോർഡ് കിട്ടിയത്. 15 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു. ആലോചിച്ചു നോക്കൂ അമ്മ. അത് പഴയ റെക്കോർഡ്. പുതിയ റെക്കോർഡില് 2009 2.5 മില്യൺ ആണ്. എന്ന് വെച്ചാൽ 25 ലക്ഷം. എന്താണല്ലേ പൊങ്കാല സമയമാകുമ്പോ ഉണ്ടല്ലോ, ആ അമ്പലത്തിന്റെ കിലോമീറ്റർ കണക്കിന് ഒരുപാട് 7-8 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളും പൊങ്കാലയ്ക്ക് വേണ്ടി റെഡിയാക്കും. ചില വീട്ടിലൊക്കെ ഒരു പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി. പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പല നാടുകളിലുള്ള ആൾക്കാർ വരുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി വീടും വാതിലൊക്കെ അങ്ങ് തുറന്നിട്ട് കൊടുക്കുകയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാ മനുഷ്യരും ഒന്നുപോലെ ആ ഏരിയയിലുള്ള സകല ആൾക്കാരും ഇതിനു വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ. ആ 10 ദിവസം അടിപൊളി ആഘോഷം. ഓ, പാട്ട്, ഡാൻസ്, കുത്തിയോട്ടം, താലപ്പൊലി. പക്ഷെ അത് കഴിയുമ്പോ ഭയങ്കര സങ്കടം തോന്നും. ഈ മറ്റേ നമ്മള് പൊങ്കാല ഇടുന്ന സമയത്തെ ഐസൊക്കെ കൊണ്ടുവരത്തില്ല, ഇങ്ങനെ മണിയൊക്കെ അടിച്ചിട്ട് സേമിയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ അതൊക്കെ മിസ് ചെയ്യുന്നു. അതേ മിസ് ചെയ്യണമെന്ന് അറിയാം. തിന്നുന്ന കാര്യം മാത്രമല്ല. ആ ചൂട് സമയത്തുണ്ടല്ലോ ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കണം. നാളെ ഉണ്ടായി. എവിടെ പോയിരുന്നു? ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ആ കഥകും തുറന്നിട്ടിട്ട് ഫ്രണ്ട് ഇവിടെ വന്ന് എല്ലാവരും കൂടെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തോന്ന് മക്കളെ ഇത്? എന്താ എത്ര താമസിച്ചെന്ന് വെച്ചാ സാധനങ്ങൾ വാങ്ങിട്ട് എന്തൊരു ജനം, റോഡിൽ കാലുകുത്താന്ന് പറഞ്ഞില്ല, ഭയങ്കര ബ്ലോക്ക്. അതിനിടയ്ക്കാണെങ്കിൽ പിന്നെ ചിലപ്പോ വഴിയിൽ നിന്ന് കാണും അല്ലയോ? അത് പിന്നെ വണ്ടിയാവുമ്പം സ്വാഭാവികം. മനസ്സിലായി. പിന്നെ ഇലക്ട്രിക് ഓൺ ആയി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആവുകയും ഓൺ ആവുകയും ഒക്കെ ചെയ്യുമല്ലോ. അതല്ലേ പറയാൻ വന്നത്? ഇതാന്ന് വെച്ചങ്ങളെ പറയുന്നത് മനസ്സിലായി. എല്ലാം കിട്ടിയാ? ഓ, എല്ലാം പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പറയും പിശുക്കിന്ന്. അപ്പൊ പിശുക്കനാണെന്ന് സമ്മതിച്ചു. സമ്മതിച്ചു. എന്തോന്ന് സമ്മതിച്ചു? ഇല്ല. കറണ്ട് പോയാ? കറണ്ട് പോകാൻ പറ്റിയ സമയം. ഇവിടെ ഒന്നുമില്ല, അവിടെ കാണൂല്ലേ മോളെ? ഇവിടെ ഒന്നും ഇല്ല, ഞങ്ങൾ താഴോട്ട് വരട്ടോ. ആ, എന്നാ വാ. സ്ഥിരം പണിയാണ്. കറണ്ട് പോകുമ്പോ സ്ഥിരം ചോദ്യമാണിത്. എമർജൻസി ലാമ്പ് കണ്ടോ? ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചൂടെ? എന്റെ പൊന്നച്ഛ,
കറണ്ട് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. കറണ്ട് പോയി കഴിഞ്ഞ് ഇത് എങ്ങോട്ട് പോണെന്ന് ദൈവം നമ്പരാനല്ലോ അറിഞ്ഞു. ഇവിടെ ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല അച്ഛാ, അച്ഛന് പേടിയുണ്ടോ ഒറ്റയ്ക്ക് പോകാൻ? എന്തിന്? എനിക്ക് പേടി എന്തിന്? അല്ല ഭൂത പ്രേത പിശാചുകളൊന്നും പിടിച്ചാലോ അല്ലേ? എനിക്ക് ഒരു പ്രേതത്തെയും പേടിയില്ല. അതെ, ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പേടിച്ചാൽ മതി. അവരെക്കാൾ വലിയ ഭൂതം ഒന്നും ഇവിടെ ഇല്ല. അച്ഛൻ പോയി എടച്ചാ, പെൺകുട്ടികളായ കുറച്ച് ധൈര്യം വേണം. ഇത് ഒരുമാതിരി. നിനക്ക് പേടിയുണ്ടോ? ഇവിടെ ഇരി, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്ത് മോളെ എന്ത്? പേടിക്കണ്ട പേടിക്കണ്ട, ചേച്ചി ഒന്ന് പേടിച്ചതാ. മക്കളെ, എമർജൻസി ലാമ്പൊന്നും കണ്ടില്ല. മെഴുകുതിരിയുണ്ട്, ഇതാ ഇത് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പോണത്തില്ല, ഞാൻ കറണ്ട് പറഞ്ഞവരോട് ഇരിക്കാം. അപ്പൊ നീ ഇവിടെ ഇരി, ഞാൻ പോണു. ശരി, നീങ്ങിരി മോളെ. അല്ലെങ്കിലേ വേണ്ട, നിങ്ങൾ വന്നിട്ട് ഞാൻ പോവാം. ഞാൻ ഇവിടെ ഇരിക്കാം. ഇതിന് ഞങ്ങളുടെ നാട്ടിലെ പേടിയെന്ന് പറയും ഇതിനെയൊക്കെ. മാറങ്ങോട്ട്. അതൊക്കെ എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ ഇരുന്ന് അടിപിടി. അണച്ചാ ഇല്ല, ഞാൻ പോയി കിടക്കട്ടെ. നിങ്ങൾ അടിയും കൂടി ഇവിടെ ഇരി. വേണ്ട, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞാ. കഥ പറയാനാ? കഥ പറയാൻ പറ്റിയ പ്രായം. എങ്ങനെ ചൂടത്ത് പോയി കിടക്കണേ? അത് കുഴപ്പമില്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മയും പോയി കിടന്നു. നാളെ പൊങ്കാലല്ലേ, അതിനെ പറ്റി എന്തെങ്കിലും ഒരു കഥ. അതിനെപ്പറ്റി എന്തോന്ന് കഥ? എന്തോന്നു? എന്തെങ്കിലും കഥ പറ. ആറ്റുകാലമ്മയുടെ ചരിത്രമോ? അത് പറ. അത് മോളെ വ്യക്തമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാന്നുള്ള ഐതിഹ്യം ഞാൻ പറയാം. അത് ഈ ചോളരാജാവിന്റെ ദേശമാണ്, തമിഴ്നാട്ടില്. അവിടെ കണ്ണകി എന്ന് പറഞ്ഞൊരു ബാലിക ഉണ്ടായിരുന്നു. ഈ കണ്ണകി ജനിച്ചപ്പോ തന്നെ ദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമ്പദ് വർധനയൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. പാർവതി ദേവിയുടെ ഒരു അവതാരം എന്നാണ് പറയുന്നത്. അപ്പോ ഈ കണ്ണകി ദേവി ഒരു നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് ജനിച്ചത്. ഈ ബാലിക ഇങ്ങനെ വളർന്നു വരുമ്പോ തന്നെ സുന്ദരിയായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ കോവലൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, നല്ല കാശുകാരനാണ്. അപ്പൊ അയാള് ഈ കണ്ണകിയെ, അപ്പൊ കണ്ണകി വലിയ കല്യാണപ്രായം ആയല്ലോ, കണ്ണകിയെ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് കണ്ണകിയുടെ വീട്ടുകാരുമായിട്ട് ചെന്ന് ആലോചിച്ച് കല്യാണമൊക്കെ കഴിച്ച് അവർ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു മാധവി എന്ന് പറഞ്ഞിട്ടൊരു നർത്തകി ഉണ്ടായിരുന്നു. ഈ കോവലന് അവളെ കണ്ടപ്പം ഒരു താല്പര്യമൊക്കെ തോന്നി. അവളുമായിട്ട് അടുത്ത് ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുക. ഇത് കണ്ണകി അറിഞ്ഞു. പക്ഷെ കണ്ണകി വളരെ പതിവ്രതയാണ്. ഭർത്താവിനെ വിഷമിപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിന് പതിവ്രത. പക്ഷേ ഈ കണ്ണകി വഴക്കൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ പോയായിരുന്നു, വിഷമിച്ച് ദുഃഖിച്ച് കഴിയായിരുന്നു. അപ്പോഴാണ് ഈ കോവലൻ ഈ മാധവിക്ക് വേണ്ടി പൈസയൊക്കെ ചെലവാക്കി ദുഷ്ടനല്ല, സിറ്റുവേഷൻ വെച്ച് അങ്ങനെ. ഇതൊക്കെ കഥയുടെ ഇടയിൽ കയറി ഓരോന്ന് പറയല്ലേ, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ സമ്പത്തൊക്കെ പോയി. അയാൾ ശരിക്കും വ്യാപാരമൊന്നും നടത്താതെ ഈ പൈസയൊക്കെ പോയിട്ട് ഒടുവിൽ ദരിദ്രനായിട്ട് കണ്ണകിയുടെ അടുത്ത് വന്നപ്പോൾ കണ്ണകി എല്ലാം ക്ഷമിച്ച്. പിന്നെ ബിസിനസ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു ചെലമ്പുണ്ട് കണ്ണകിക്ക്. ഈ ചെലമ്പ് കണ്ണകിക്ക് കോവലന് കൊടുത്ത് അയാൾ പറഞ്ഞു ഇതുകൊണ്ട് വിറ്റ് പൈസ എടുത്ത് നമുക്ക് ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അയാൾ ഇതുമായിട്ടൊരു തട്ടാൻ്റെ അടുത്ത് പോവാൻ. അപ്പൊ ഈ സമയം വേറൊരു സംഭവം ഉണ്ടായി. പാണ്ഡ്യ രാജാവിന്റെ കൊട്ടാരത്തില് അവിടെ ഒരു ചെലമ്പുണ്ടായിരുന്നു, അത് മോഷണം പോയി. അത് അവിടുത്തെ ഒരു പണിക്കാരനാണ് ഇത് അടിച്ചു മാറ്റിയത്. അയാൾ ഈ ചെലമ്പ് വിൽക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ രണ്ടും ഒരു സ്ഥലത്ത് ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു. അപ്പൊ ഇയാൾ ബുദ്ധി ഉപയോഗിച്ച് ഈ തട്ടാൻ ഇയാൾ ഉടനെ രാജസന്നിധിയിൽ അറിയിപ്പിച്ചു, ഇത് കോവലൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് അയാളുടെ പേരിൽ ഈ തലയെ കൊണ്ട് വെച്ചു കൊടുത്തു. അങ്ങനെ രാജാവ് ഇയാളെ വിളിച്ചു വരുത്തി. അപ്പൊ ഇയാളോ ഞാനെടുത്തിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, ഇത് എന്റെ ഭാര്യ തന്നു വിട്ടാണെന്നൊക്കെ പറഞ്ഞു. ആര് കേൾക്കാൻ? അവസാനം ഇയാളെ വധശിക്ഷയ്ക്ക് തീർച്ചപ്പെടുത്തി വിധിച്ചു. ഇതറിഞ്ഞ് കണ്ണകി ഓടി വന്ന് കണ്ണകി ഇവിടെ വന്ന് കരഞ്ഞു പോയി പറഞ്ഞില്ല, ഇതെന്റെ ചെലമ്പാണ്, ഇത് മോട്ടിച്ചൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേട്ടില്ല. അയാളെ കൊന്നവൻ. രാജകൽപ്പനയില്ലേ. അങ്ങനെ ഇരിക്കുമ്പോ കണ്ണകി പെട്ടെന്ന് വയലന്റ് ആയി. എന്നിട്ട് കണ്ണകി കയ്യിലിരുന്ന ഈ ചിലമ്പ് പൊട്ടിച്ചപ്പോ അതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര മുത്തും രത്നങ്ങളും വൈഡൂര്യവും ഒക്കെ വീണു.
അങ്ങനെ എന്തായാലും ഭർത്താവിനെ ആ കൊന്നുകളഞ്ഞ ദേഷ്യത്തില് കണ്ണകി ഭയങ്കര കോപത്തോടുകൂടി ഇറങ്ങി ആ ദേശം മൊത്തം, അത് മധുര രാജാവിന്റെ കൊട്ടാരവും ആ ഏരിയ മൊത്തം കത്തിച്ച് ചാമ്പലാക്കി അവിടെ നിന്ന് നടന്ന് നമ്മുടെ കേരളത്തിലോട്ട് കറണ്ട് വന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോ, എനിക്ക് പണിയുണ്ട്. ബാക്കി കഥ പിന്നെ മക്കളെ ചെല്ല്. എനിക്ക് കുറെ അതെ നാളെ അവധിയാണ്, ബാങ്ക് അവധിയാണ്, മറ്റന്നാൾ രാവിലെ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ശരിയാക്കാനുണ്ട്. അച്ഛാ അതൊക്കെ നോക്കട്ടെ, ചെല്ല് മോളെ പോ. ഞാൻ ചെല്ല്, എനിക്കാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ വേണം, ഇതും കൂടെ ശരിയാക്കി. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഓർക്കാം. ശരി ചെല്ല്, ഗുഡ് നൈറ്റ്. ഞാനും പോണു. അത് എടുത്താരെ കൊണ്ടുപോകും? ഓ ഓ ഇതാരേ? എന്റെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മണി, ഓ മണിയെല്ലാം ശരിയായ മണി? കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി പണ്ടാര അടുപ്പിലേക്ക് വിളക്ക് പകരണ സമയമാവുമ്പോ നമുക്കും കത്തിക്കാം. പിള്ളേരെവിടെ? ഒരുത്തി നേരത്തെ എണീച്ച് റെഡിയായി, പിങ്കി എണീച്ചപ്പോ ലേറ്റ് ആയി പോയി. അവൾ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. എന്നാണ് ജീവിതത്തിൽ ഇവൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം വരുന്നത്? ആ പിങ്കി ഭയങ്കര മടിയാണ്. ഒരു കാര്യം പറയട്ടാ, നമ്മൾ എല്ലാരെക്കാളും ഭാവിയെ പറ്റി ദീർഘവീക്ഷണം ഉള്ളത് അവക്കാണ്. അവൾക്കാ? എന്തോ എനിക്കറിഞ്ഞൂടാ. അച്ഛാ ആ മക്കളെ, മുല്ലപ്പൂ മേടിച്ചാ? അയ്യോ അച്ഛൻ മറന്നുപോയടാ. എനിക്കറിയാം, ഇതെന്താ? ഇതെവിടെ? പ്ലാസ്റ്റിക് മുല്ലപ്പൂ. പ്ലാസ്റ്റിക്കാ? പക്ഷെ ഒറിജിനൽ പോലെ ഉണ്ട്. കുളിച്ചാ ശരിക്കും? കുളിച്ച് പെട്ടെന്ന് ഒരുങ്ങിയല്ലോ. എന്തായാലും വാ, പായസം ഉണ്ടാക്കണ്ടേ? പായസം അല്ല മോളെ, പൊങ്കാല. അങ്ങനെ പറയാ? അങ്ങനെ പറയാവൂ. വാ റെഡിയാക്കും മണി. പൊങ്കാല നിവേദിയാണ്. ആയല്ലോ. അമ്പലത്തിൽ നീതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. സമയാവാറായിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. അച്ഛാ കൊറേ നാള് കൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും കാണാനില്ലായിരുന്നു. നോക്ക്, എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിട്. സാർ അമ്മ ഏതാവത് ഇറങ്ങി താങ്ക. ഇവിടെ ഒന്നും ഇല്ല, പൊയ്ക്കോ. മോളുടെ പേരെന്താ? എൻ പേര് ദുർഗ. തമിഴാ? ആമാ. ഊരെങ്ക? എൻ ഊര് തഞ്ചാവൂർ പക്കം. അച്ഛാ ഊരും പേരും ചോദിച്ചോണ്ടിരിക്കാതെ അച്ഛാ, അവരെ കണ്ടാലും ഇത് റിങ്കി മോളെ ഇവിടെ ഒന്നും ഇല്ലടാ, നീ പൊയ്ക്കോ. മോളുടെ വീട്ടിൽ ആരൊക്കെ? വല്ല കഴിച്ചാ? ഇല്ല. പശിക്കുന്നോ? ആമാ. പൊങ്കാല കൊടുക്കണം. നേതി ഇഷ്ടമാണോ? പൊങ്കൽ തന്നെ. പൊങ്കാല ഇഷ്ടമാണോ? ആമാ സാർ, എനിക്ക് പെരിയ ഇഷ്ടം. കഴിച്ചിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ദേവിക്ക് നേതിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാം കേട്ടാ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? என் வீட்டுல அம்மா தங்கச்சி மட்டும்தான் இருக்கு. தங்கச்சிக்கு நடக்க முடியல. அப்படியா? அச்சே அப்பா வந்து இறந்து போயிட்டு. ஏதாச்சும் தருங்க. അതെ. ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്? ஆமா சார், நான் ஒட்டக்கு தான் வந்தேன். അല്ല മോൾ എപ്പോഴും ഇവിടെ വരുമോ? ஆமா சார், என் அப்பாவோட குடும்பம் இந்த பக்கம் தான் இருக்கு. ஆனா நான் கோயில் பொங்கலுக்கு പൊങ്കാല സമയത്ത്. ஆனா ஒரு பெரிய வியாதி வந்திருக்கு, அதுக்கு மட்டும்தான் வராது. കൊറോണ? കൊറോണയാ? ஆமா சார், அது வந்திருக்க அப்புறம் நான் இந்த பக்கம் வரக்கூடாது. മണി വിശപ്പുണ്ടെന്നല്ലോ. പായസം തരേ. തരേ. ശർക്കര ആ തവി മാറ്റി കൊടു മോളെ. ഇല മാറ്റിയിട്ട് കുറച്ചിടും. അതൊക്കെ അവിടെ വെക്ക്, എന്നിട്ട് ഇരിക്കെ കഴിക്ക്. മതി മണി, എന്താ അറിയുമോ, ചൂടല്ലേ, പിന്നെ കൊടുക്കാമല്ലോ വേണമെങ്കിൽ. മോളിരുന്ന് കഴിക്കേ.
കഴിക്കാൻ സ്പൂൺ ചൂടല്ലേ അവിടെ ഇരുന്ന ഇങ്ങോട്ട് അവിടെ കുഴപ്പമില്ല. ഇരിക്കായിരുന്നു. കുഴപ്പമില്ല, കഴിക്ക്. ചൂട് 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 നല്ല ചൂട്. പാത്ത് വിശപ്പുണ്ട് കേട്ടോ. ചൂട് പായസം മാവും கொஞ்சம் മെതുവാ. ചൂട് നിറച്ചും തരാവേ, ഇനിയും തരാവേ. കഴിച്ചോ, ആവശ്യത്തിന് കഴിച്ചോ. ഇഷ്ടപ്പെട്ടോ? അച്ഛ ഇന്നലെ കഥ ബാക്കി പറഞ്ഞില്ല. അത് പറയാം. ഇന്നലെ കഴിഞ്ഞിട്ട് മോളെ. ഞങ്ങൾ ഇന്നലെ കുറച്ച് കഥയൊക്കെ കേട്ടിരിക്കായിരുന്നു. അതെ, ഈ പൊങ്കാലയുടെ ഹിസ്റ്ററി ചോദിക്കാതെ. അപ്പൊ കണ്ണകിയുടെ കാര്യം ഞാൻ പറഞ്ഞു, മധുരയിൽ നിന്ന് കണ്ണകി ഇങ്ങോട്ട് വന്ന കാര്യം. ആറ്റുകാലിന്റെ ഐതിഹ്യം ബാക്കി പറയണ്ടേ? പറ. ബാക്കി അങ്ങനെ കണ്ണകി അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഇതെല്ലാം ദേശത്ത് ചാമ്പലാക്കിയിട്ട് ഇവിടെ വന്ന് നമ്മുടെ കിള്ളിയാറിന്റെ കരയിൽ വന്നു. കിള്ളിയാറിന്റെ കരയിൽ വന്നപ്പോഴത്തേക്ക് അന്ന് കര കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ ഒരു ബാലികയായിട്ടാണ് വന്നത്. അക്കരെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാരണവർ, അന്ന് ആ ദേശത്തൊക്കെ ഓരോ കുടുംബത്തിനും കാരണവരുണ്ട്. മുല്ല വീട്ട് കാരണവർ. അദ്ദേഹം ഇങ്ങനെ രാവിലെ കുളിച്ച് തേച്ച് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ബാലിക ഇരിക്കുന്നു. അപ്പൊ പറഞ്ഞ് എന്നെ ഒന്ന് അക്കരെ ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എടുത്ത് അക്കരെ കൊണ്ടാക്കി. പിന്നെ ആ കുട്ടിയെ കാണാൻ അപ്രത്യക്ഷമായി. പിന്നെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. ഇതെന്താ ഇങ്ങനെയെന്ന്. കഴിക്കേ എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഈ ബാലിക വന്നു. ഞാനിങ്ങനെ ദേവിയാണ്, എന്നെ ഇവിടെ കുടിയിരുത്തണം എന്ന് പറഞ്ഞു. അപ്പം എവിടെ കുടിയിരുത്തുന്ന അദ്ദേഹത്തിന് അറിഞ്ഞൂടല്ലോ. എന്ത് പറ്റി? എന്നിട്ട് അങ്ങനെ അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ ആ ബാലിയെ കാണിച്ചു കൊടുത്തു. 3 വര ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഇങ്ങനെ ഒരു അമ്പലം പണിയണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് 3 വര കിടപ്പുണ്ട്. പിന്നെ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച്, പ്രമാണിമാരെയൊക്കെ വിളിച്ച് അദ്ദേഹം അവിടെ ഒരു തെക്കതുണ്ടാക്കി. തെക്കതെന്ന് പറഞ്ഞാ എന്താ, ഈ ചെറിയൊരു അമ്പലം പോലെ അല്ലാതെ ചെറുതായിട്ട് ദേവിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ദേവീ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തില് പിന്നെ അമ്പലമൊക്കെ പണി. പിന്നെ വേറൊരു കഥ ചിലടത്ത് പറയുന്നുണ്ട്. ഈ ബാലിക ഇങ്ങനെ വന്ന് ഇരുന്നപ്പം ബാലിക ആറ്റിന്റെ കരയിൽ ഒരു കാലില്, അതാണ് ആറ്റുകാൽ. ഈ ആറ്റിലെ കാലെന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ ഒക്കെ കുറ്റി, അതിൽ വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോ ഒരു അമ്മൂമ്മ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ഇത് ഇങ്ങനെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പം, ഇതുപോലെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പോ അമ്മൂമ്മ പെട്ടെന്ന് കയ്യിലിരുന്ന അരിയും തേങ്ങയും ഒക്കെ ഇട്ട് ആ പറമ്പിൽ നിന്ന് തന്നെ കൊതുമ്പും ചൂട്ടും ഒക്കെ വെച്ചൊരു ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചോറല്ല, ഒരു വെള്ളച്ചോറ്. അതാണ് വെള്ളച്ചോറ് വിടും ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. തൊണ്ടപ്പുറ്റ്, വെള്ളച്ചോറ്, തേരളി, അങ്ങനെ വ്യത്യസ്തമാണ്. അങ്ങനെയാണ് കഥകൾ പറയുന്നത്. എന്തായാലും ദേവീ ചൈതന്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എത്ര പേരാ പൊങ്കാലയ്ക്ക് വരുന്നത്? ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ശബരിമലയില്ലേ മക്കളെ. ആ കുട്ടിക്കേ നമുക്ക് നിങ്ങളുടെ കുറച്ച് വസ്ത്രം കൊടുക്കാം. എന്താ അറിയുമോ, നോക്ക് കീറി പറഞ്ഞതൊക്കെ മുഷിഞ്ഞതായിട്ടിരിക്കുന്ന നിങ്ങളുടെ കുറച്ച് ഡ്രസ് കൊടുക്കാം. എന്താന്ന് വെച്ചാ പറയണേ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്ത് എടുത്തോളൂ. വേണോ മോളെ? നീ കഴിക്കേട്ടാ, നല്ലോണം കഴിക്കും. മോളെ പറ, എന്ത് എന്തറിഞ്ഞിട്ട ഞങ്ങളെ ഡ്രസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞേ? പാവല്ലേ ആ കൊച്ചു, അതിന് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ജിമ്മിലൊക്കെ ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സാണ് അത്. കൂടുതലും കുട്ടി നിക്കറാണ്. അതൊക്കെ ആ കൊച്ചിന് ഇടാൻ പറ്റുമോ? അത് ഞാൻ ഓർത്തില്ല. ഇവളത് വേണമെങ്കിൽ നോക്കാം. മോളെ പിങ്കി, മകളുടെ ഡ്രസ് കൊടുക്കാം നമുക്ക്. അച്ഛൻ എന്റെ ഡ്രസ്സൊക്കെ ആ കൊച്ചിന് പാകാവും തോന്നണുണ്ടാ? ഇട്ടിട്ട് പയകി ഒരുപാട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെങ്ങനെ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തോളാം. മണിയേ. ഓ വന്നേ. മണി, ഒരു കാര്യമുണ്ട്. ഇവരുടെ ഡ്രസ്സൊന്നും ആ കുട്ടിക്ക് ചേരൂല. ടീഷർട്ടും അത് മാത്രമല്ല, ഇവളുടെ ആണെങ്കിൽ ലൂസാണ്. പിന്നെ ഇവളുടെ ഒക്കെ അല്ല കുഴപ്പമില്ല, നമുക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കലൊന്നും നടക്കൂല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് പൈസ കൊടുക്കാം. ആ കൊച്ചിന് ഇഷ്ടമുള്ളത് അങ്ങ് ആയിക്കോളുമല്ലോ. അത് ഐഡിയ. അത് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ. എന്നൊരു കാര്യം ചെയ്യും, എന്റെ പേഴ്സ് അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. നീ തന്നെ കൊടുത്തേക്ക്. പൊങ്കാലയും കൊടുക്കുന്നുണ്ടോ കഴിക്കാനായിട്ട്? നീ തന്നെ കൊടുത്തേക്ക്. ഞാൻ കൊടുക്കാം. അത് മതി മക്കളെ. പുതിയത് കൊടുക്കുമ്പോഴേ അതിന് സന്തോഷം അല്ലേ?